ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തോരൻ വെക്കുന്ന എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലൊരു നൂലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കളയും. കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇത് വെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. മോരും വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ കളർ ഒട്ടും മാറത്തില്ല. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ സാധാ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കളറ് മാറിയൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇത് കുഞ്ഞായിട്ട് നമ്മളിത് അരിഞ്ഞെടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ വാടി വരുന്നതാണ്. അപ്പം ഞാനിത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഒത്തിരി കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ജാറിലേക്ക് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് തേങ്ങ എടുത്ത് കൊടുക്കുക. ഇനി ഒരു 2 പച്ചമുളക് നെടുകെ പിളർന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉള്ളിയില്ല, അതുകൊണ്ട് ഞാൻ സവാള എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഞാൻ 2 വറ്റൽമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വാഴപ്പിണ്ടി നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം ഇതിൽ തന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിരുന്നിട്ട് നന്നായിട്ട് വാടി വന്നോളും. വലിയ വേവും കാര്യങ്ങളൊന്നും ഇതിനില്ല. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം വെക്കേണ്ട നമ്മൾ. ഇനി ഇത് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പ് വേവാൻ വേണ്ടി വെക്കാം. പരിപ്പ് വേവിക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ കുക്കറിൽ 2 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതവിടെ ഇരുന്ന് ആയിക്കോട്ടെ. ഇപ്പം എന്തായാലും ഇതായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. നന്നായിട്ട് ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കുക്കറിൽ 2 വിസിൽ വന്ന് പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ അരപ്പ് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൂട്ടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. പരിപ്പ് കുറച്ചധികം വെന്തുപോയേ, ഇത്രയും വേവേണ്ട ആവശ്യമൊന്നുമില്ല. 2 വിസിൽ വന്നപ്പോൾ തന്നെ അത്യാവശ്യം വെന്തുപോയി. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം നമുക്ക്. അരപ്പും പരിപ്പും എല്ലാം നല്ല രീതിയിൽ വാഴപ്പിണ്ടിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇറക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.